കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്, അതാണല്ലോ ബോച്ചേന്റെ ഒരു ലൈന്. അപ്പൊ എല്ലാരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ചിലരോടൊക്കെ വെറുപ്പും ദേഷ്യമൊക്കെ തോന്നൂലേ? എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. വെറുപ്പുണ്ടാവും, ദേഷ്യമൊക്കെ ഉണ്ടാവും. പലരും അനീതി പ്രവർത്തിക്കുമ്പോൾ, നമുക്കെതിരെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ, ഒരു വക ബേസുകളില്ലാതെ അന്ധമായിട്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് തോന്നിയാലും നമ്മൾ അയാളെ പോലെ ആവാൻ പാടില്ലല്ലോ. അയാളെ പൂ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാ എന്ന് വിളിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ അവനും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് രണ്ടു വാക്കും കൂട്ടിച്ചേർത്ത് അതിലും വലിയ തെറിയില്ലേ? അതുകൊണ്ട് നമ്മൾ അവരെ പോലെ ആവാതെ, അവന് അറിവില്ല, സാരില്ല, അവന് ക്ഷമയില്ല, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക. നാളെ അവന് അറിവ് വരട്ടെ, ഞാനും മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് നാളെ നമ്മൾ മാറിയ പോലെ ആൾ മാറട്ടെ, ആൾക്ക് അറിവുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, ക്ഷമിച്ചുകൊണ്ട്. അങ്ങനെ മുമ്പോട്ട് പോവാനല്ലേ പറ്റുക നമുക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് അത് നേടണം. ക്ഷമയിൽ പോകണം. അല്ലാണ്ട് തല്ലുണ്ടാക്കാൻ പോവാതെ കഴിയാവുന്നതും മിണ്ടാതിരിക്കുക. ഒന്നില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിട്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ അവസരങ്ങൾ ഒഴിവാക്കുക. അങ്ങനത്തെയൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നതും. എന്നിട്ട് അങ്ങനെ മുഴുവൻ നേടാനൊന്നും പറ്റിയിട്ടില്ലല്ലോ, മുഴുവൻ നേടാൻ പറ്റിയിട്ടില്ല. എങ്കിലും എൻ്റെ ആദ്യത്തെ സ്വഭാവം വെച്ചിട്ട് ഈ 10-15 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റം, ഒരുപാട് പേരെ സ്നേഹിക്കുന്നു, ഒരുപാട് പേരെ എന്നെ സ്നേഹിക്കുന്നു. അതിന് മുമ്പോട്ടേ പോവുള്ളൂ. ഇനി ആ സുഖം കിട്ടിക്കഴിഞ്ഞു, താഴോട്ട് പോകാൻ പറ്റില്ല. ഇനി ലോകം കീഴടക്കാൻ മുമ്പ് പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശത്രുക്കളിൽ നിന്നല്ല, നമ്മൾ ക്ഷമിച്ച് സ്നേഹിച്ച് വരുമ്പോൾ ഒരുപാട് പേര് മാറുന്നുണ്ട്. എന്നോട് ചോദിക്കും, എങ്ങനെ ഇത് സാധിക്കണേ? ബോച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബോച്ച എന്താ മിണ്ടാതിരിക്കണേ? എന്താ പൊട്ടന്റെ പോലെ ഇരിക്കണേ? ഇതൊക്കെ കേട്ടിട്ട് ഓരോന്ന്. സാരില്ല, അയാൾക്ക് അറിവില്ലാണ്ടല്ലേ, ക്ഷമിക്കുക, നാളെ ബോധ്യപ്പെടും. അങ്ങനെ നമ്മൾ മാറുക. അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോകത്ത് അറിവിലൂടെ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ ജീവിതം സക്സസ്ഫുള്ളായി മുമ്പോട്ട് നയിക്കുകയും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. പിന്നെ എല്ലാ പ്രശ്നവും തീർന്ന് എല്ലാം സെറ്റിലാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. എല്ലാ കണക്കും സെറ്റിലാക്കിയിട്ട് ഒരാൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കുറെ വിട്ടുകളയെ കുറെയൊക്കെ. അതൊക്കെയാണ് നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു ഓർക്കാത്തൊരു ബിസിനസ്മാൻ എന്ന നിലയിൽ, ഒട്ടും മസിൽ പിടുത്തം ഇല്ലാത്തൊരു ബിസിനസ്മാൻ എന്ന നിലയിൽ ഇനി വരുന്ന തലമുറയില് ബിസിനസ്സിലേക്ക് എൻട്രി ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളോട് എന്ത് അഡ്വൈസ് ആണ് ബോച്ചയ്ക്ക് കൊടുക്കാനുള്ളത്? മസില് പിടുത്തം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ മസിലും പിടുത്തൊന്നും ഇല്ല. ഞാൻ വളരെ കൂളായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് തന്നെ അതിലുണ്ട് എൻ്റെ പഞ്ച് ലൈനില്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, സ്നേഹമാണ് എല്ലാം. അതുകൊണ്ട് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അറിവിന് വേണ്ടി കേഴുക. ശരിയായ അറിവിലെത്തുമ്പോൾ നമ്മൾ അറിവിൽ ഒരിക്കലും എത്തില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ പലതും തെറ്റുകൾ വരും, ശരിയാക്കും, വീണ്ടും തെറ്റ് വരും, ശരിയാക്കും, അങ്ങനെ. പക്ഷെ നമുക്ക് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ അറിവുകൾ വന്നുകൊണ്ടിരിക്കും. ഞാനും പല പ്രസംഗവും പല ആൾക്കാരും പലരും ഇതൊക്കെ കേൾക്കാനും നോക്കാനും കേൾക്കാനും ശ്രദ്ധിക്കാനും അവരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനും അങ്ങനെ നമുക്ക് അറിവ് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും. നമ്മുടെ രീതി, സംസാരം എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ സ്നേഹത്തിലായിരിക്കുക, അത് തന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു ജീവിതത്തില് നമുക്ക് ചെയ്യാൻ പറ്റുക അത്രയേ ഉള്ളൂ. മാക്സിമം ഞാൻ പഠിച്ചു നോക്കി ഈ ലോകത്ത് നേടാവുന്ന ഒരു പിടി സാധനം, ഇപ്പൊ റോൾസ് റോയ്സ് ആണോ, അത് ഇത് എന്ത് തന്നെയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എനി എക്സ്പെൻസീവ് തിങ്സ് ഒക്കെ ആണെങ്കിലും ഏറ്റവും വില കൂടിയതും എല്ലാവർക്കും നേടാൻ പറ്റാത്തതുമായ സാധനം പ്യുവർ ലവ്, സ്നേഹമാണ്. കാശ് കൊടുത്താൽ കിട്ടാത്തതും എളുപ്പത്തിൽ കിട്ടാത്തതുമായ സാധനം സ്നേഹമാണ്. അത് ശരിയായ ഫ്രം ദ ഹാർട്ട് എന്നുള്ള സ്നേഹം. അതുകൊണ്ട് ഇന്ന് ഏറ്റവും പവർഫുൾ, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ദ ടോപ്പ് മോസ്റ്റ് തിങ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ലവ്. ദാറ്റ്സ് ഓൾ. അപ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ റിസർച്ച് ചെയ്തിട്ട് ഒന്നും കണ്ടിട്ടില്ല. അതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.
Don't forget to like, share, and subscribe for more insightful comparisons and business tips.